എല്ലാവർക്കും പ്രഭാതവന്ദനം. പൗരുഷ്യൻ കുടുംബത്തിൽ നിന്ന് സ്നേഹവന്ദനം അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമാണ്. ഈ സന്ദേശം അനേകർക്ക് പ്രയോജനപ്പെടേണ്ടതിന് പ്രാർത്ഥിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യണമേ. 148-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ മൃഗങ്ങളും സകല കന്നുകാലികളും ഇഴജന്തുക്കളും പർവ്വജാതികളും ദൈവത്തെ സ്തുതിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫലവൃക്ഷങ്ങൾ എന്നെടുത്തു പറഞ്ഞിരിക്കുന്നു. യേശു കർത്താവ് ഈ ഭൂമിയിൽ സഞ്ചരിച്ചപ്പോൾ ഒരു ഫലവൃക്ഷത്തിൻ്റെ ചൂട്ടിൽ ചെല്ലുകയും അതിന് ഫലമില്ലാത്തതിനാൽ അതിനെ ശപിക്കുകയും അത് ഉണങ്ങിപ്പോവുകയും ചെയ്തത് നമുക്കേവർക്കും ഒരു പാഠമാണ്. നമ്മളിൽ നിന്നും നമ്മുടെ രക്ഷകൻ ഫലം, ഫ്രൂട്ട് പ്രതീക്ഷിക്കും. ഇവിടെ ഇതാ മൃഗങ്ങൾ, കന്നുകാലികൾ, ഇഴജന്തുക്കൾ, പറവജാതികൾ, ഇവരൊക്കെ ദൈവത്തെ സ്തുതിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ പറവജാതി എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം ഇഷ്ടമില്ലാത്ത പറവജാതിയല്ലേ കാക്ക, അല്ലേ? പ്രാവിനെ ഇഷ്ടമാ, കോഴിയെ ഇഷ്ടമാ, മയിലിനെ ഇഷ്ടമാ, തത്തമ്മയെ ഇഷ്ടമാ, മൈനായെ ഇഷ്ടമാ. എന്നാൽ കാക്കയെ ആരും ഇണക്കി വളർത്തുന്നത് കണ്ടിട്ടില്ല. കുട്ടിക്കാലത്ത് സ്കൂളിൽ ഇവനെക്കുറിച്ചൊരു പാഠമുണ്ടായിരുന്നു. ചീത്തകൾ കൊത്തി വലിക്കുകിലും എന്നൊക്കെ പറഞ്ഞു. ഈ വൃത്തിയാക്കുന്നതിൻ്റെ ചിത്രങ്ങൾ വരയ്ക്കുന്നിടത്തൊക്കെ കാക്ക ചൂലും പിടിച്ച് നിൽക്കുന്ന പോലെയൊക്കെ വരയ്ക്കാറുണ്ട്. അപ്പോൾ കാക്കയോട് നമുക്ക് ദേഷ്യം വരുന്നത് കുട്ടികളുടെ കയ്യിലിരിക്കുന്ന റൊട്ടി അടിച്ചു മാറ്റുന്നതുകൊണ്ടാണ്. അപ്പം നമുക്ക് ആ ദേഷ്യം വരുമ്പോൾ തന്നെ നമ്മൾ ഓർക്കണം, ആരുടേത് അടിച്ചു മാറ്റിയാലും നല്ലതല്ല. അതുകൊണ്ട് അടിച്ചുമാറ്റൽ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. ഈ കാക്കയോട് ദൈവം ഒരു ദിവസം പറഞ്ഞു, എൻ്റെ ദാസനായ ഏലിയാവ് ഒരു നിലപാട് എടുത്തതിനാൽ ഒളിവിലാണ്. ഇങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവിക്കും. ഒരു നിലപാടെടുത്തതിനാൽ ഒളിവിലാണ്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം. നീ അവന് ഫുഡ് കൊടുക്കണം. അപ്പോൾ കാക്ക ചോദിച്ചു, ഈ മനുഷ്യന്മാർ 3 നേരം കഴിക്കുമല്ലോ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുമല്ലോ, എന്നാ ചെയ്യണ്ടേ? കർത്താവ് പറഞ്ഞാൽ എൻ്റെ ആവശ്യമില്ല, 2 നേരം മതി. അതൊക്കെ ഭയങ്കര ഹെൽത്തി ഡയറ്റാണ്. 2 നേരം കഴിച്ചാൽ നല്ലതാ, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പ്രകൃതി ചികിത്സക്കാർ പറയുന്നത് 1 നേരം കഴിക്കുന്നവൻ യോഗി എന്ന, യോഗി. 2 നേരം കഴിക്കുന്നവൻ രോഗി, 3 നേരം കഴിക്കുന്നവൻ ദ്രോഹിയാന്നാണ് അവർ പറയുന്നത്. മുഴുവൻ ശരിയല്ലെങ്കിലും ഫുഡ് കുറയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതവിടെ നിൽക്കട്ടെ. ഏലിയാവിന് 2 നേരമേ കൊടുത്തുള്ളൂ, കാലത്തും വൈകുന്നേരം. അന്ന് ആ രാജ്യത്ത് മുഴുവൻ ദാരിദ്ര്യമാണ്, പട്ടിണിയാണ്. മികച്ച ഭക്ഷണം അപ്പോ ഇറച്ചിയാണ്, ചാപ്സ്, മപ്പാസൊക്കെ വലിയ പീസുകളാണ് കൊണ്ട് കൊടുക്കുന്നത്. അപ്പം നിശ്ചയമായിട്ടും വേദശാസ്ത്രികൾ പറയുന്നത് രാജകൊട്ടാരത്തിൽ മാത്രമേ അപ്പോൾ ഫുഡുള്ളൂ. ഈ കാക്ക അവിടെ പോയി പമ്മിയിരിക്കും, ദൈവത്തെ അനുസരിക്കാൻ വേണ്ടിയാണ്. അവിടുന്ന് അടിച്ചു മാറ്റും. അവിടുന്ന് അടിച്ചു മാറ്റിയാലും കുഴപ്പമില്ല, ഇഷ്ടം പോലെ ഉണ്ടല്ലോ. പുള്ളിക്കാരൻ്റെ ദുർഭരണം കൊണ്ടല്ലേ ഈ ദാരിദ്ര്യം ഇവിടെ വന്നിരിക്കുന്നത്. ഈ ദുർഭരണക്കാരെ മാറിയേ പറ്റൂ. തനിക്കും തൻ്റെ മക്കൾക്കും വേണ്ടി മാത്രം സമ്പാദിക്കുന്ന ഭരണകർത്താക്കൾ മാറണം. അങ്ങനെയുള്ളൊരു ഭരണകർത്താവായിരുന്നു അന്ന് അവിടെ ഭരിച്ചിരുന്നത്. ഏലിയാവ് എന്ന ഭക്തൻ ആ ഗവൺമെൻറ്റിനെതിരെ സംസാരിച്ചു എന്ന കാരണത്താൽ അദ്ദേഹത്തെ കൊല്ലാൻ ഗവൺമെൻറ് ഓർഡർ ഇട്ടു. അദ്ദേഹം ഒളിവിൽ പാർക്കുകയാണ്. പക്ഷെ അയാൾക്ക് വിശക്കുകയല്ലേ, കാക്ക ഫുഡ് കൊടുത്തു. അതവിടെ എഴുതിയിരിക്കുന്നത്,
പർവ്വജാതികൾ ദൈവത്തെ സ്തുതിക്കട്ടെ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന കാക്കയുണ്ടായിരുന്നു. നിങ്ങൾ എത്ര കാക്കയെ കല്ലെറിഞ്ഞാലും ഇത് മറക്കരുത്. മൃഗങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരു കഴുത ഒരു പ്രവാചകനെ തിരുത്തിയതായിട്ട് വേദപുസ്തകം പറയുന്നു. ഇഴജന്തുക്കൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരു പുഴു ദൈവം പറഞ്ഞു കേട്ട് ആവണക്കിനെ കുത്തി ഉണക്കിയിട്ടുണ്ട്. എത്ര സംഭവങ്ങൾ പറയാം. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ ആരെങ്കിലും ദൈവത്തെ സ്തുതിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ സ്തുതിക്കുന്നത് ഞായറാഴ്ച മാത്രമല്ലേ. എന്നാൽ പൗലോസ് ജയിലിനകത്ത് വെച്ചും സ്തുതിക്കുകയായിരുന്നു. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കും. ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുവാൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും ഈ വചനത്തെ ഉയർത്തുന്നു. ഗോഡ് ബ്ലെസ് യു.